അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു സിനിമയുടെ ടീസർ റിലീസ് ചെയ്തത്. ഫാഫയുടെ റെഫറൻസും പ്രേമലു റെഫറൻസും ഒക്കെ നമുക്ക് ഈ ഒരു ടീസറിൽ കാണാം. സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ കാണിച്ച് ഒരു ചെറിയൊരു ടീസറാണ് വന്നത്. എന്തായാലും ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിൽ നിന്നും ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ സിനിമ പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ് ഈ ഒരു ടീസർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ലാലേട്ടൻ്റെ പുതിയ ലുക്ക് ഇപ്പോൾ വൈറലാവുന്നുണ്ട്. അങ്ങനെ ബബ്ബബ്ബ സിനിമയിൽ മീശ പിരിച്ചുള്ള ലുക്കിലാണ് ലാലേട്ടൻ വരാൻ പോകുന്നത്. സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൻ്റെ പ്രൊമോ ഒക്കെ വന്നപ്പോൾ തന്നെ ഈ ഒരു ലുക്ക് വൈറലായതാണ്. ഇപ്പോൾ എന്തോ ഫംഗ്ഷനിലും കൂടി ലാലേട്ടൻ പോയപ്പോൾ അവിടെ നിന്നുള്ള പിക്കൊക്കെ വന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ലാലേട്ടൻ്റെ പിക്കുകളാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഈ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നാട്ടുരാജാവ് സിനിമയിൽ സിദ്ദിഖിനോട് ലാലേട്ടൻ കാണിക്കുന്ന ആ ഒരു പുച്ഛം ഭാവമാണ് ഈ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ധനജയ് ശങ്കർ ലാലേട്ടനെ കിടിലിനായിട്ട് ബബ്ബബ്ബ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യട്ടെ. ബബ്ബബ്ബ സിനിമയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സോങ് ഷൂട്ടാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നും 100ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ ഒരു സോങ്ങിലുണ്ടായിരുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹമ്മറിലാണ് ലാലേട്ടൻ ബബ്ബബ്ബ സിനിമയിൽ വരുന്നതെന്നും അടുത്ത ആഴ്ച ചെറിയൊരു വെക്കേഷനിലേക്ക് ലാലേട്ടൻ കടക്കുകയാണ്. അതിനുശേഷം 25-ാം തീയതിയാണ് ലാലേട്ടൻ തിരിച്ചെത്തുന്നത്. പിന്നീട് ബബ്ബബ്ബ സിനിമയിലെ ബാക്കിയുള്ള ഷൂട്ടിങ്ങിലേക്ക് ലാലേട്ടൻ കടക്കും. ജയിലർ 2 സിനിമയിലെ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ്സ് ഒന്നും ഇപ്പോഴും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ലാലേട്ടൻ ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൽ ഇനീഷ്യൽ ഡിസ്കഷൻസ് നടന്ന 2 ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാഷി സിനിമ, അതുപോലെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസൊക്കെ സംവിധാനം ചെയ്ത വിഷ്ണു ജി രാഘവൻ്റെ സ്ക്രിപ്റ്റ് ലാലേട്ടൻ കേട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനീഷ്യൽ ഡിസ്കഷൻ നടന്നിട്ടുള്ളൂ. ഈ ഒരു പ്രൊജക്റ്റ് കൺഫേം ആയിട്ടില്ല. രണ്ടാമത്തെ ഡയറക്ടർ സമീർ താഹിറാണ്. സമീർ താഹിർ ലാലേട്ടനോട് ഒരു കഥ പറഞ്ഞെന്നും ലാലേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമീർ താഹിറും ടീമും സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ അപ്കമിങ് പ്രൊജക്റ്റിൽ ഈ ഒരു സിനിമയും പെടും. അപ്പോൾ ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ കറണ്ട് കമ്മിറ്റ്മെൻറ്റ്സ്. കൂടുതൽ മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.